ദേ പിന്നെയും ചെമ്മീൻ ഇതുണ്ടല്ലോ. ഇന്നലത്തെ വീഡിയോക്ക് എനിക്ക് വന്ന കമന്റ് ആട്ടോ അത്. എന്താണ് ഇങ്ങനെ, ഞാൻ എത്ര ദിവസത്തിന് ശേഷമാണ് ചെമ്മീൻ്റെ വീഡിയോ ഉണ്ടെന്ന് അറിയോ? എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇന്നും കൂടെ ഒന്ന് ചെമ്മീൻ്റെ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? കാണിക്കാൻ പോണത് പ്രോൺസ് കോക്കനട്ട് മിൽക്ക് റൈസ് ആട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഒരുപാടൊന്നും വേണ്ട, ഒരു 10-15 ചെമ്മീൻ, അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ വിനീഗറോട് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് നല്ല വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഈ ചെമ്മീൻ അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പറക്കി മാറ്റി വെച്ച് കൊടുക്കണം. ആ ഒരു സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ അത് നമുക്ക് വേണം. ഇനി ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എല്ലാ സ്പൈസസ് ഇട്ട് അങ്ങോട്ട് പൊടിച്ച് കൊടുക്കുക. ഇനി ഒരു പകുതി സവാള കനം കുറച്ച് നീളത്തിലായിരുന്നു ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ എരിവിനുള്ള 2 പച്ചമുളകോടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് ജീരകശാലൻ്റെ അരി 1/2 മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ. അതങ്ങോട്ട് നേരെ ചേർത്ത്